ഉള്ളൂ. എന്തോ ചെയ്യണം. എന്നിട്ട് മാതാവിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെട്ട്, ഈ 9 ലക്ഷം എന്നുള്ളത് മാതാവ് എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് കുറച്ച് കിട്ടണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹോദരനും കൊടുക്കാൻ പറ്റുന്നില്ല. മാതാവ് എങ്ങനെയെങ്കിലും എനിക്കൊരു വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച്. അന്നേരം ഞാൻ അമ്മയോടും കൊടുത്ത സമയത്ത് ഞാൻ ഉപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുന്നത്, ഇത് കൊണ്ടുപോയി ബാങ്കിൽ പോ, അമ്മയുടെ കൈ പിടിച്ചിരുന്നാൽ മതി, വേറെ ഒന്നും പറഞ്ഞു, മാതാവിനോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാതാവിന് അവിടെ ചെന്ന് സംഘത്തിൽ ബാങ്കിൽ ചെന്ന് ഇന്ന് സംസാരിക്കുകയും തിരിച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, എന്തുവായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 9 ലക്ഷം എന്നുള്ളത് മോളെ 6 ലക്ഷം രൂപയാക്കി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ 6 ലക്ഷം രൂപയും ഞാൻ ബാക്കി ഇനി എങ്ങനെ അടയ്ക്കും, എനിക്കറിയില്ല മോളെ, എന്താ വഴിയെന്ന്. അവസാനം വീണ്ടും തന്നെ എൻ്റെ സഹോദരൻ്റെ അമ്മായിയമ്മ മുഖേന പൈസ മറിക്കുകയും പലിശയ്ക്ക് പുറത്തുനിന്ന് എടുക്കുകയും ചെയ്ത് അവർ 4 ലക്ഷം രൂപ കൊണ്ടുവന്നു. പിന്നെ 2 ലക്ഷം രൂപയുടെ കാര്യം കൂടെ പറഞ്ഞു. അതെന്തായാലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കൊച്ചനെ തന്നെ കൊടുത്ത് അതെന്തായാലും പ്രമാണം അടച്ച് 6 ലക്ഷം രൂപ ബാങ്കിൽ അടച്ച് ആ പ്രമാണം തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന് ആദ്യത്തെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം.